Hi everyone, welcome to the video. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ചില ഫ്രേസസും സെന്റൻസസും ഇഡിയംസും ഒക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ്. ഓക്കെ, സോ കണ്ടോ, ഇദ്ദേഹം എരിതീയിൽ എണ്ണ ഒഴിക്കുകയാണ് അല്ലെ. എരിതീയിൽ എണ്ണ ഒഴിക്കുക, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതുപോലെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന പല ഫ്രേസസും ഇംഗ്ലീഷിൽ പറയുന്നതാണ് നമ്മൾ. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ കനത്ത മഴ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടായിരിക്കും കനത്ത മഴയ്ക്ക് റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പേര് വരാൻ കാരണം? 17ാം നൂറ്റാണ്ടില് ലണ്ടനില് കനത്ത മഴ കാരണം വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അവിടെയുള്ള മൃഗങ്ങളെല്ലാം ചത്ത് ഒലിച്ചു പോവുകയും ചെയ്തതുകൊണ്ടാണ് കനത്ത മഴയ്ക്ക് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാൻ കാരണം. ഇപ്പൊ നമ്മുടെ നാട്ടിലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടല്ലേ, 2018 ഫ്ലഡ് വന്ന സമയത്ത് ഒരുപാട് ജീവികളെല്ലാം ഇങ്ങനെ മഴയത്ത് ഒലിച്ചു പൊങ്ങി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. നമ്മളെ ന്യൂസിലും പല TV ചാനൽസിലും അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിനെയാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം? First one, I had to cancel my trip because it started raining cats and dogs. എനിക്ക് എന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം കനത്ത മഴയായിരുന്നു. It was raining cats and dogs all day. It was raining cats and dogs all day. ഇന്ന് മൊത്തം കനത്ത മഴയായിരുന്നു, നല്ല മഴയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് ബോൺ ബ്രിഡ്ജസ്. ബോൺ ബ്രിഡ്ജസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം അല്ലെ, ഒരാള് ഒരു പാലം അദ്ദേഹം കത്തിക്കുകയാണ്. ഓക്കെ, പാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു ബന്ധം നശിപ്പിക്കുന്നതിനാണ് ബോൺ ബ്രിഡ്ജസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, I will never burn bridges with my family. ഞാൻ ഒരിക്കലും എന്റെ കുടുംബമായിട്ടുള്ള എന്റെ ബന്ധം നശിപ്പിക്കില്ല. I'll never burn bridges with my family. Don't burn your bridges with your boss. നിങ്ങളുടെ ബോസുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒരിക്കലും നശിപ്പിക്കരുത്. കാരണം you will need their reference for the next job. അടുത്ത ജോലിയിലേക്ക് ചിലപ്പോൾ നമുക്ക് അവരുടെ ശുപാർശ വേണ്ടി വരും. അതുകൊണ്ട് അവരുമായിട്ട് എപ്പോഴും നല്ല ടേംസിൽ നിൽക്കുക, ആ ബന്ധം നശിപ്പിക്കാതിരിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കാണാം, ഇദ്ദേഹം ആ തീയിലേക്ക് എന്തോ ഒരു ഫ്യൂൽ ഒഴിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മലയാളത്തിൽ പറയും എരി തീയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയും. അപ്പം ഈ എരി തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് add fuel to the fire. add fuel to the fire എന്ന് വെച്ചാൽ എരി തീയിലേക്ക് എണ്ണ ഒഴിക്കുക. അതായത് ഒരു സിറ്റുവേഷനെ, ഒരു അവസ്ഥയെ കൂടുതൽ മോശമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നമുക്ക് പറയാം don't add fuel to the fire. ആ സിറ്റുവേഷൻ നീ വീണ്ടും മോശമാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഒരു കരയുന്ന കുട്ടീൻ്റെ അടുത്ത് നമ്മൾ വീണ്ടും ഒച്ചയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുട്ടി കൂടുതൽ കരയും. അപ്പൊ അത് നമുക്ക് പറയാം shouting at a crying child add fuel to the fire. Next one, a piece of cake. A piece of cake എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ എളുപ്പമാണ്, ഇറ്റ്സ് വെരി ഈസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുക്കിംഗ് ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മൈ മോം. എന്റെ അമ്മയ്ക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് നിസ്സാരമാണ് അല്ലെ. സോ weight training is a piece of cake. weight training is a piece of cake. അടുത്തത് when pigs fly. when pigs fly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പന്നികൾ നമുക്കറിയാം പറക്കില്ല അല്ലെ. അപ്പം നടക്കാത്തൊരു കാര്യത്തിന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് when pigs fly, which means something is impossible. നടക്കാത്ത ഒരു കാര്യം. For example, money will grow on trees when pigs fly. അതായത് പണം മരത്തിൽ കായ്ക്കുന്നത് എപ്പോഴായിരിക്കും? when pigs fly എന്ന് വെച്ചാൽ പണം മരത്തിൽ കായ്ക്കുക എന്നത് നടക്കാത്ത ഒരു കാര്യം. I will stop eating chicken when pigs fly എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ചിക്കൻ കഴിക്കുന്നത് നിർത്തില്ല, അത് നടക്കാത്ത ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ, tie the knot. tie the knot എന്ന് വെച്ചാൽ to get married എന്നാണ് അർത്ഥം, കല്യാണം കഴിക്കുക എന്നാണ് അർത്ഥം. They decided to tie the knot. അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. We are getting hitched. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. സോ നിങ്ങൾക്ക് രണ്ട് ഫ്രേസസും കല്യാണത്തിന് വേണ്ടി യൂസ് ചെയ്യാം, tie the knot അല്ലെങ്കിൽ getting hitched. Hope the video is useful. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.